കോട്ടപ്പുറം രൂപതയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായൊരു നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് സ്വന്തമായി അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു വൈദികൻ മെത്രാനായി അഭിഷേകം ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ പള്ളിപ്പുറം മഞ്ഞുമാത ബസിലിക്കയിലെ പുത്തൻ വീട്ടിൽ കുടുംബവും അതിലേറെ ആഹ്ലാദത്തിലും സന്തോഷത്തിലും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്വന്തം അമ്പിച്ചേട്ടൻ അമ്പിയച്ചൻ ഇന്ന് അംബ്രോസ് പിതാവായി, കോട്ടപ്പുറം രൂപതയുടെ പിതാവായി മാറിയിരിക്കുകയാണ്. ഇന്ന് എന്നോടൊപ്പം ചേരുന്നത് അംബ്രോസ് പിതാവിൻ്റെ കുടുംബാംഗങ്ങളാണ്. ആദ്യമായി തന്നെ അംബ്രോസ് പിതാവിൻ്റെ ചേട്ടനും ചേച്ചിയും അനീത്തിയെല്ലാം ഇന്ന് നമ്മുടെ ഗുഡ്നസ് പ്രേക്ഷകരോടൊപ്പം ചേരുകയാണ്. നമസ്കാരം, സ്വാഗതം. നമസ്കാരം. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ഇലിയാസ് ചോപ്പൻ, അംബ്രോസ് പിതാവിൻ്റെ ചേട്ടനാണ്. എൻ്റെ പേര് ഡ്രീസ. അംബ്രോസ് പിതാവിൻ്റെ നേരെ മൂത്ത ചേച്ചിയാണ് ഞാൻ. ഓക്കെ. എൻ്റെ പേര് അൽഫോൺസ. ഞാൻ പിതാവിൻ്റെ ഇളയ പെങ്ങളാണ്. നിങ്ങൾ ഒരു ചേച്ചിയും കൂടിയുണ്ട് അല്ലേ അംബ്രോസ് പിതാവിന്? ആളുടെ പേരും? എൻ്റെ ചേച്ചിയുടെ പേര്, മൂത്ത ചേച്ചിയുടെ പേര് മേരി. ചേച്ചി ഇപ്പോൾ കാലിന് ഇച്ചിരി അസുഖം കൊണ്ട് നമ്മുടെ ഒപ്പം ചേരാൻ സാധിച്ചിട്ടില്ല. ഓക്കെ. അപ്പോൾ 5 പേരടങ്ങുന്ന കുടുംബമാണ് അല്ലേ? പിതാവ് ഏറ്റവും ഇളയതല്ലല്ലോ? നാലാമത്തെയാണ് പിതാവ്. ഓക്കെ. എന്തായാലും നിങ്ങളെ കണ്ടൊരു സന്തോഷം. ആദ്യമായി തന്നെ ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ഇടയിൽ നിന്ന് അല്ലേ, നിങ്ങളുടെ എല്ലാം അനിയനും ചേട്ടനൊക്കെ ഉള്ള ആൾ കോട്ടപ്പുറം രൂപതയുടെ ഒരു മെത്രാനായി മാറിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു ഈ നിമിഷം? സന്തോഷമാണോ ദുഃഖമാണോ എന്നറിയില്ല. മുമ്പ് അച്ചാച്ചാന്ന് വിളിച്ചിരുന്നിട്ട് ഇനി എന്താണ് വിളിക്കേണ്ടതെന്ന് ഒരു ടെൻഷനിലാണ്. പിതാവ് എന്ന് പറയുമ്പോൾ കോട്ടപ്പുറം രൂപത മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും കൂടി കൊടുത്തേക്കുന്നതല്ലേ. അപ്പോൾ നമ്മൾ എന്ത് വിളിക്കും? ആ ഒരു ഇതും പിന്നെ പഴയ മാതിരി ഞങ്ങൾക്ക് ഇഷ്ടമായില്ല. മറ്റത് ഇടയ്ക്കൊന്ന് ഇവിടെ വന്ന് കാണാനും ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റുമായിരുന്നു. ഇനിയിപ്പോൾ എന്നാണ് കിട്ടുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു ദുഃഖവും ഉണ്ട്, എന്നാൽ അതിലേറെ സന്തോഷമുണ്ട്. അതിലേറെ സന്തോഷമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 118 കോട്ടപ്പുറം രൂപതയില 118 വൈദികരിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കണമെങ്കിൽ ദൈവ തീരുമാനമല്ലേ. ആ ദൈവ തീരുമാനത്തിന് നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞു. സന്തോഷം, തിരഞ്ഞെടുത്തെന്ന് അറിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് വീർപ്പം മുട്ടുന്ന ഒരു അനുഭവമായിരുന്നു. ഇപ്പോൾ ഞാൻ പള്ളിയിൽ പോകുമ്പോഴും എവിടെ പോകുമ്പോഴും അംബ്രോസ് പിതാവിൻ്റെ പെങ്ങളാണെന്നും പറഞ്ഞാണ് ഇപ്പോൾ ഓരോരുത്തരും നമ്മളോട് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അധികം സംസാരിക്കാത്ത ആൾക്കാരും കൂടി ഇപ്പോൾ നമ്മളെ കെട്ടിപ്പിടിച്ച് അതനുസരിച്ചുള്ള ഒരു സ്വീകരണം ഇപ്പം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ഇത് വളരെ ഈ കുടുംബത്തിന് ലഭിച്ചൊരു വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ മാറിയിരിക്കുകയാണ് അല്ലേ? ഇത് തന്നെയാണ് ദൈവം പിതാവിനെ ഉയർത്തിയപ്പോൾ നമ്മളെ ആ ഒരു തട്ടിലേക്ക് നമ്മളും മാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ മാതിരി അമറോസച്ചൻ്റെ പെങ്ങളിൽ നിന്ന് ഇത്രയും നാളും ഞാൻ പള്ളിപ്പുറത്ത് തന്നെയാണ്. ഞങ്ങൾ പിന്നെ വൈപ്പിലാണ് കെട്ടിച്ചത്. പക്ഷേ ഞങ്ങളിപ്പോൾ 2009 മുതൽ പള്ളിപ്പുറത്തുണ്ട്. എല്ലാവർക്കും തന്നെ അറിയാം അമറോസച്ചൻ്റെ പെങ്ങൾ എന്നുള്ള നിലയിൽ. ഇപ്പോൾ ഒന്നും കൂടിയും അറിയാത്ത ആൾക്കാർ പോലും ഇപ്പോഴാണ് അറിഞ്ഞത് പിതാവിൻ്റെ പെങ്ങളാണെന്ന് ഉള്ള ആ ഒരു സന്തോഷം എല്ലാവരും പങ്കുവെക്കണം. പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ ഒരു വൈദികൻ ആണ് ഈ രൂപതയുടെ തന്നെ ഒരു മെത്രാനായിട്ട് വരുമെന്നുള്ളത്? പ്രതീക്ഷിച്ചിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പല ആൾക്കാരും പറഞ്ഞ മാതിരി എല്ലാവരും തന്നെ മിക്കവരും പറയും നിങ്ങളുടെ അച്ഛൻ്റെ പേരാണ് എനിക്ക് കേൾക്കണേന്ന് പറയുമ്പോൾ, അച്ഛനോട് അതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്കറിയാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് അങ്ങനെ ആയിരിക്കില്ല എന്നുള്ള. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരുപാട് സ്ഥാനങ്ങൾ ആഗ്രഹിക്കാത്ത ഒരാളാണ്. അടുത്തത് ഇങ്ങനെ ചാൻസലറാവും അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ആള് അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല. പിന്നെ ഇത് മെത്രാനൊക്കെ ആകണമെന്ന് പറയുമ്പോൾ അത് എനിക്ക് വേണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറെ സ്ഥലത്തു നിന്നുള്ള നിയമനമല്ലേ. മഞ്ഞുമാതാവിൻ്റെ ഇടപെടൽ ആണെന്ന് തന്നെ പറയാം ഞങ്ങൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മാതാവിന് വേണ്ടപ്പെട്ട മക്കളാണ് പള്ളിപ്പുറത്തെ ആൾക്കാരെന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി 5ാം ക്ലാസ്സിൽ കുർബാന സ്വീകരണം നടന്ന് അത്രയും ചെറുത് കാര്യങ്ങളൊന്നും എനിക്ക് അത്ര കാര്യമായിട്ട് ഓർമ്മയില്ല. പക്ഷെ ഞാൻ കുഞ്ചിൻ്റെ ഇളയതാണല്ലോ, അത് കാരണം. എങ്കിലും ആൾ വെളുപ്പിനെ പള്ളിയിൽ പോലും. പിന്നെ ഞങ്ങളിവിടെ സന്ധ്യാപ്രാർത്ഥന 7 മണിയാകുമ്പോൾ തന്നെ, പിന്നെ വണക്കാസ് കൊടുക്കുന്ന സമയത്തൊക്കെ ഭയങ്കര പാട്ടും എല്ലാം ഞങ്ങളുടെ അപ്പിച്ചി തന്നെ ഞങ്ങളെ പാട്ടൊക്കെ പാടിക്കുമായിരുന്നു. അപ്പിച്ചി പള്ളിയിലധികം പോകില്ല, പക്ഷെ പ്രാർത്ഥന ചെല്ലാതെ ഇരിക്കാൻ അപ്പിച്ചി ഒരു ദിവസം പോലും സമ്മതിക്കില്ല. അങ്ങനെ അമ്മച്ചി അമ്മച്ചിനെ കുറിച്ച് എങ്ങനെയാണ്? അവര് എപ്പോഴാണ്, എത്ര വർഷം മുമ്പ് തന്നെ മരിക്കും? അമ്മച്ചി 2004, അപ്പിച്ചി 2010. അമ്മച്ചി മരിച്ച 6 വർഷം കഴിഞ്ഞിട്ടാണ്. ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു അപ്പോൾ പിതാവിനെ
അപ്പച്ചനും അമ്മച്ചിയും ആരായിരുന്നു റോൾ മോഡലായിട്ട് വളർത്തിക്കൊണ്ടുവന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ? 7ാം ക്ലാസ് വരെ ശരിക്കും നമുക്ക് നമ്മുടെ കുടുംബത്തിൽ വളർന്നിട്ടുള്ളൂ. പിന്നെ 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് സെമിനാരിക്കാരുടെയാണ്. 7 മുതൽ 10 വരെ എറണാകുളത്ത് സെൻറ്റ് ആൽബർട്ട്സിൽ, അത് കഴിഞ്ഞ് കളമശ്ശേരിയിൽ, അത് കഴിഞ്ഞ് പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഓസ്ട്രിയ, അവിടെ വെച്ച് ഓസ്ട്രിയ വെച്ച് പട്ടം കെട്ടി ഓസ്ട്രിയയിൽ അച്ഛൻ്റെ പട്ടത്തിന് പങ്കെടുക്കാനായിട്ട് എനിക്കൊരു ഭാഗ്യം കിട്ടിയത്. ഞാനവിടെ ഒരു 15 ദിവസം നിന്നിട്ടുണ്ട്. പിതാവിൻ്റെ അമ്മ ഭയങ്കര പ്രാർത്ഥനയിൽ ഡെയിലി ദിവസം അല്ലേ കുർബാനയ്ക്ക് കൊണ്ടുപോയിരുന്നു, അതിനെക്കുറിച്ചൊന്ന് ഷെയർ ചെയ്യും. പുള്ളിനെ അങ്ങനെ ആരും കൊണ്ടുപോകണ്ട, തന്നെ പോയിക്കോളും. ഡെയിലി പള്ളിയിൽ പോകുമായിരുന്നു? ഇവിടെ അടുത്തല്ലേ, പള്ളി തൊട്ടടുത്തല്ലേ, അത് കാരണം തന്നെ പോവും. ഇവിടെ മൂത്തേച്ചി പറയും അവിടെ കപ്പേര് വന്നേക്കാളും മുമ്പേ അവൻ പള്ളിയിൽ പോകണ്ടെന്ന്. വീട്ടിൽ അമ്മ പള്ളി പോകുമായിരുന്നു? അങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ പോകും അല്ലേ? ഓക്കെ. അപ്പോൾ ആ ഒരു മാതൃകയായിരിക്കുമോ, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഒരു തീഷ്ണതായിരിക്കുമോ പിന്നീട് അംബ്രോസ് അച്ഛന് പിന്നെ അംബ്രോസ് അച്ഛനാവാനും ആ ഒരു പ്രചോദനം കിട്ടിയത്? അങ്ങനെ ആയിരിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുണ്യാളിന് കൊടുത്ത മോനാണല്ലോ, അപ്പോൾ എന്തെങ്കിലും ഒരു പദ്ധതി ദൈവം തീരുമാനിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അറിയാൻ പാടില്ല. അപ്പച്ചനും അമ്മച്ചനും അവർ വളർത്തിക്കൊണ്ടുവന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ തല്ലൊന്നും കൊണ്ടിട്ടില്ലട്ടാ. പിന്നെ ഞങ്ങൾക്കൊക്കെയാണ് തല്ലുകൊള്ളണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വികൃതി എന്ന് പറഞ്ഞ ആൾക്ക് അങ്ങനെ എൻ്റെ അറിവില്ല. നിങ്ങൾ 5 പേരെയും മാതാപിതാക്കൾ വളർത്തിയതിനെ കുറിച്ച്, അംബ്രോസ് പിതാവിനെ അടക്കം നിങ്ങൾ 5 പേരെയും വളർത്തിയതിനെ കുറിച്ച് അതൊന്ന് ഷെയർ ചെയ്യുമോ? സ്പിരിച്വൽ ആത്മീയ ജീവിതത്തെക്കുറിച്ച്. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും മുടങ്ങാതെ പ്രാർത്ഥന ഉണ്ടാവും. ഞാനിന്ന് ഡെയിലി പള്ളി പോയില്ല, ഇന്നിപ്പോൾ ഞാൻ ഡെയിലി പള്ളി പോകുന്നുണ്ട്. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എനിക്ക് പണിക്ക് പോകണം. വീട്ടിലെ മൂത്ത മോനായ കാരണം ഉത്തരവാദിത്തങ്ങൾ കംപ്ലീറ്റ് അപ്പച്ചനെ കൊണ്ട് ഒന്നിച്ച് പറ്റൂലായിരുന്നു. ആ ഉത്തരവാദിത്തങ്ങൾ കംപ്ലീറ്റ് നമ്മുടെ തലയിലും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ പണിക്ക് പോകും. ആകെ ഞായറാഴ്ച ദിവസം മാത്രമേ ഞാൻ അന്ന് പള്ളിയിൽ പോകുള്ളായിരുന്നു. ഇന്നിപ്പോൾ കടയണം എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് കുർബാനൊക്കെ പോകും. പക്ഷെ അന്ന് അച്ഛൻ അംബ്രോസ് പിതാവ് എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. പുള്ളിക്കാരൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. അതുപോലെ ആത്മീയ ജീവിതത്തിലെ വളർന്നു വന്നല്ലേ? അമ്മച്ചിയും പോകും എല്ലാ ദിവസവും 6 മണിക്ക്. 2 കാരണം അമ്മയും മോനും മുമ്പ് പിന്നെ ആദ്യം പോയിരിക്കും പള്ളിയിൽ. ആദ്യം പള്ളിയിൽ പോകുന്നത്, അവിടെ ചെന്ന് കുർബാന കൊടുക്കലും ഇതൊക്കെ ആയിട്ട് അങ്ങനെ. ഈ പിതാവിൻ്റെ കാര്യത്തിൽ കേട്ടപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കുർബാന സ്വീകരണം നടത്തി എന്ന് പറയുന്നുണ്ട് അല്ലേ ചേച്ചി? അതിനെക്കുറിച്ച് ഒന്ന് ഷെയർ ചെയ്തു. ഞങ്ങൾ 2 പേരും കൂടിയാണ് ആദ്യ കുർബാന സ്വീകരിക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി പോയിരുന്നത്. എനിക്കപ്പോൾ അതിനോട് അത്ര വലിയ ഇതായിട്ട് പിടുത്തം ശരിക്കും സാറ് ചോദിക്കുമ്പോൾ ഒന്നും എനിക്ക് ശരിക്ക് പറയാൻ കിട്ടുമായിരുന്നില്ല. പക്ഷെ അപ്പോൾ അതായത് ടീച്ചറെ കൂടെ വിട്ടതാണ് അച്ഛനെ, പിതാവിനെ. അപ്പൊ എനിക്ക് മടി വന്നത് കാരണം അപ്പച്ചൻ എനിക്ക് കൂട്ട് വിട്ടതാണ്. ഞാൻ ഇത്തിരി പുറകോട്ട് മറന്ന് പഠിക്കണ കാര്യത്തിലും ഒക്കെ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ. അപ്പൊ എനിക്ക് കൂട്ട് വിട്ടതാണ്. അപ്പൊ കൂട്ടായിട്ട് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയനെ വിട്ടു. എന്നേലും കൂടുതലായിട്ട് അപ്പൊ എനിക്ക് മടി വരുമ്പോ പാടോ പോകാന്നും പറഞ്ഞ് എന്നെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകണത് ഇങ്ങോരാണ്. എന്നിട്ട് ഞങ്ങൾ 2ഉം കൂടി പോകും. അപ്പൊ എല്ലാവർക്കും അപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കണ ആൾക്ക് ചീട്ട് തന്നെ എങ്ങനെയാണ് പഠിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് സാറ് പറയുമ്പോൾ പറയുകയും എന്നോട് ചോദിച്ചു നോക്കുക. അയാളോട് ചോദിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സാറ് എന്നോട് ചോദിച്ചു നോക്ക്, ഞാനൊക്കെ പറയാമെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് വിശ്വാസം വന്നില്ല. 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു സാറിനോട് തന്നെ പറഞ്ഞ് എന്നോട് അപ്പോൾ ഇയാളോട് ചോദിക്കണ ചോദ്യങ്ങളെല്ലാം എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞുതരാൻ മറുപടി എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ സാറ് ചോദിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിക്കണ പോലെ തന്നെ വിശ്വാസ പ്രമാണം തുടങ്ങി പുസ്തകത്തിലെ കംപ്ലീറ്റ് ചോദിച്ചിട്ടില്ലേ, പുള്ളി വിടാണ്ട് പറഞ്ഞിട്ട് സാറിന് എന്നെ ഭയങ്കര അതിശയപ്പോൾ എന്നോട് ചോദിച്ചിട്ട് എനിക്കത് മുഴുവനും പറയാൻ കിട്ടണില്ല. എന്നിട്ട് സാറ് വിളിച്ച് അപ്പച്ചനോട് പറയാണ്, ഇവക്ക് ഇതേ ഡ്രസ്സൊന്നും എടുക്കണ്ട, പഠിച്ചേക്കണത് ഇവനാണ്, ഇവനെ നമുക്ക് ഖുർആനൊക്കെ കൊടുപ്പിക്കാന്ന് പറഞ്ഞപ്പോൾ അപ്പിച്ചോറിനെ മൂത്താളെ നിർത്തിക്കൊണ്ടോ ഈ 1ാം ക്ലാസ്സുകാരന് ഖുർആനൊക്കെ കൊടുപ്പിക്കണേ എങ്ങനെയാണ്? പക്ഷെ ഒരു കാര്യം ചെയ്യും, ഏതായാലും ഇവിടെ നടത്തിക്കാം, നമുക്ക് 2 പേർക്കൊന്നും നടത്തിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ചെറുതാണ്. അപ്പോൾ ഞങ്ങളുടെ ഖുർആനൊക്കെ കൊള്ളപ്പാടിൻ്റെ സമയത്ത് തന്നെ ഞങ്ങളുടെ ഒപ്പം ഡ്രസ്സ് കൊടുത്ത് നിൽക്കണമെന്ന് പറഞ്ഞ് ചെറുപ്പത്തിലെ തന്നെ ഇത്തിരി വാശിയുള്ള കൂട്ടത്തിലായിരുന്നു. അപ്പോൾ വെള്ളുടുപ്പ് തന്നെ ഇടണ്ടേ, വേറെ കളർ ഡ്രസ്സ് ഇടാൻ പറ്റില്ല. എന്നിട്ടപ്പോൾ വടക്കേല കൊച്ചിൻ്റെ ഖുർആനക്കൊള്ളപ്പാട് ഞങ്ങളുടെ ഒപ്പം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അമ്മച്ചി വേഗം പോയി ആ ഉടുപ്പ് വാങ്ങിച്ച് കൊണ്ടുവന്ന് ആ കൊച്ചിന് ഇട്ട് കൊടുത്ത് ഞങ്ങളെ 3 പേരെയും കൂടി ഫോട്ടോ എടുപ്പിച്ചു തന്നിട്ട്. നിങ്ങൾ 2 പേർക്കും കൂടി, അതായത് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പിതാവ് ചേച്ചി കൂട്ടിന് വന്നതിന് ശേഷമാണ് ഇതെല്ലാം പഠിച്ചതായത്. അന്ന് കുർബാന സ്വീകരണം കൊടുത്ത് അപ്പൊ അന്ന് തുടങ്ങി തന്നെ പള്ളിയിലും ദിവസവും പോകും. ഈ വാട്ടർ ബോയ്സ് ആയിട്ട് എനിക്ക് നിൽക്കണമെന്നും പറഞ്ഞുകൊണ്ടും 5:30 മണി അടിക്കണേക്കുമ്പോ തന്നെ അവിടെ സങ്കീർത്തനത്തിന്റെ വാദിക്കാൻ ആള് ഇരിപ്പുണ്ടാകും. അപ്പൊ കപ്പേരി എന്നെ കളിയാക്കുന്നത് കണി കാണുന്ന ഞങ്ങൾ തന്നെയാണ് എല്ലാടാന്ന് പറയും. അന്നത്തെ റൈമോന്ത് എന്ന് പറഞ്ഞൊരു
കപ്പേരുണ്ടായിരുന്നു. അപ്പൊ അന്ന് തൊട്ട് ഈ ഒരു തീക്ഷ്ണത പള്ളിയുമായിട്ടുള്ള ഒരു ബന്ധം തീക്ഷ്ണത പിതാവിനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു. അല്ലേ? പഠിക്കുന്ന കാര്യത്തിലും അതേപോലെ തന്നെ ഷെയർ ചെയ്ത് ഒരു മിഠായി കിട്ടിക്കഴിഞ്ഞാലും അത് എല്ലാവരുടെയും വായെ കൊണ്ടുവന്ന് ഒടിച്ചാണെങ്കിലും കൊണ്ടുവന്ന് വെച്ച് തരുമായിരുന്നു. അങ്ങനെയുള്ള ഒരു ഇതുണ്ടായിരുന്നു, ഒരു പങ്കുവെക്കാനുള്ള മനോഭാവം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് വൈദികനായതിനു ശേഷവും ഈ കഴിഞ്ഞ കോവിഡ് കാലത്തൊക്കെ അല്ലേ അതിനെക്കുറിച്ച് ഭയങ്കര പിതാവ് അതായത് കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പച്ചക്കറി കടയും ജോസഫേട്ടൻ്റെ കട എന്നുള്ള ഒരു സംരംഭം അത് ഭയങ്കരമായിട്ട് പേര് വന്നു, എല്ലാ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നാണ്. അതൊക്കെ ഈ ഒരു ചെറുപ്പത്തിൽ കിട്ടിയ ഒരു പങ്കുവെക്കലിൻ്റെ അല്ലേ ആ ഒരു ഷെയറിങ് മെൻറ്റാലിറ്റിയുടെ ഒരു ഇത് നിന്നായിരിക്കും. അപ്പം അതേപോലെ തന്നെ ഞാൻ മൂത്തതായതുകൊണ്ട് എനിക്ക് എല്ലാ പുസ്തകങ്ങളും പുതിയത് വാങ്ങിച്ചു തരും. അപ്പം എന്താ അപ്പം അങ്ങനെയുള്ള ഒരു ഇതില്ല. അപ്പോൾ അയാൾക്ക് പുതിയത് കിട്ടി, എനിക്ക് പഴയതാണെന്നുള്ള ഇത് വരില്ല. അപ്പോൾ അയാൾക്കിടെയും കൂടി പഠിത്തം കഴിഞ്ഞിട്ടാണ് ഇയാൾക്ക് ഈ പുസ്തകങ്ങളൊക്കെ കൈമാറുന്നത്. ലാസ്റ്റ് ഇയാൾ പറയും രണ്ടുപേരും പഠിച്ചിട്ട് പഴയതാണ് എനിക്ക് അപ്പച്ചി തന്നു വിടണമെന്ന് പറയും. ഈ അപ്പച്ചിയുടെ കാര്യം, അപ്പച്ചനെ കുറിച്ച് അമ്മച്ചി ഡെയിലി പള്ളിയിൽ പോകുമായിരുന്നു അല്ലേ, ഭയങ്കര പ്രാർത്ഥനയിലും ഇതിലും വളർത്തിയത്. പക്ഷെ അപ്പച്ചൻ ചെറുപ്പത്തിലെ പള്ളി പോയിരുന്നില്ല. അപ്പച്ചൻ അങ്ങനെ പള്ളിയിൽ അങ്ങനെ കാര്യമായിട്ട് പോകില്ലായിരുന്നു. അംബ്രോസ് പിതാവ് അച്ഛനെ കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും പള്ളിയിൽ പോകാൻ തുടങ്ങിയത് തന്നെ. അതായത് അച്ഛന് ആയതിനു ശേഷം അല്ലെങ്കിൽ സെമിനാരി പോയതിനു ശേഷമാണോ ഡെയിലി പള്ളിയിൽ പോകും? സെമിനാരി പോയപ്പോൾ അങ്ങനെ അത്ര കാര്യമായിട്ട് പോകില്ല, ഞായറാഴ്ച മാത്രമേ പോകുള്ളായിരുന്നു. അച്ഛനായി കഴിഞ്ഞപ്പോൾ പിന്നെ അതായത് ചൊവ്വയും വെള്ളിയും ചന്തക്ക് പോകും, ചന്തയിൽ കച്ചവടം വരുന്നു. അപ്പോൾ ചൊവ്വയും വെള്ളിയും ചന്തയിലേക്ക് പോകും, അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പോകുമായിരുന്നു. ഡെയിലി രാവിലെ അച്ഛനതിന് ശേഷം പോകുമായിരുന്നു. ഈ അംബ്രോസ് എന്ന് പറയുന്ന പേര്, അംബ്രോസ് പിതാവിന് അങ്ങനെ ഒരു പേരിടുന്നതിന് പിന്നിലൊരു കഥയുണ്ട്. അതൊന്ന് കഥയല്ല, ഒരു സംഭവം. അതായത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നേരെയുള്ള നിങ്ങൾ 3 പെണ്ണായിരുന്നു. അപ്പോൾ അപ്പച്ചൻ അമ്മച്ചിയായിട്ട് വഴക്കൂടും. അപ്പം അങ്ങനെ അമ്മച്ചി മനന്നത് അംബ്രോസ് പുണ്യാളുടെ ഇടവനക്കാട് പള്ളിയിൽ അംബ്രോസ് പുണ്യാളുടെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് ഈ കുട്ടി ആണാണെങ്കിൽ അംബ്രോസ് പുണ്യാളിന് ഉള്ള മോനാണെന്ന് പറയും. അത് ഇന്നും ഇപ്പം ഈ കഴിഞ്ഞ കൊല്ലത്തെ പെരുന്നാളിന് വരെ അവിടെ പോയി മെത്തനായിട്ടും അവിടെ പോയി അടിമയൊക്കെ കഴിച്ചിട്ടാവും പിതാവ് പോകുന്നത്. അത് ഈ കേരളത്തിൽ എവിടെ ഉണ്ടെങ്കിലും ഈ ഡിസംബർ 7-ാം തീയതി അവിടെ പോയി അടിമഴിക്കുമായിരുന്നു. ഇടവനക്കാട് പള്ളിയിൽ പിതാവിൻ്റെ നാമോദയത്തിലുള്ള പള്ളിയാണല്ലോ. തീർച്ചയായിട്ടും അതെല്ലാമാണ് ഈ ഒരു വലിയൊരു മഹനീയമായ ഒരു അല്ലേ ഒരു സംഭവം, ഒരു പിതാവിൻ്റെ ഒരു ഇതിലേക്ക് ഇപ്പോൾ ഉയർത്തപ്പെട്ടിരിക്കുന്നതിൻ്റെ പിന്നിൽ അന്നേ അടിമ വെച്ചിരുന്ന മാതാവിൻ്റെ ഇത്. അപ്പം അപ്പച്ചി പള്ളിയിലധികം പോയില്ലെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥന നിർബന്ധമാണ്, പാട്ടുകൾ. പിന്നെ ഈ നമ്മുടെ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ അച്ഛനെ വിളിച്ചിരുത്തിയാണ് പുത്തമ്പാന വായിക്കുമായിരുന്നു. അമ്മാനും പുത്തമ്പാനും രണ്ടുപേരും കൂടിയും കോലായിൽ പായൊക്കെ ഇട്ടിരുന്ന് പാട്ട് പാടും. അത് അപ്പിച്ചിയാണ് അത് പഠിപ്പിച്ചേക്കണം. ചേർന്ന് കോട്ടപ്പുറത്ത് അവർ പാടുമായിരുന്നു ഇത് ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ പള്ളിയിൽ പാടിയിരുന്നു. അപ്പോൾ അതൊക്കെ അപ്പിച്ചി പഠിപ്പിച്ചതാണ്. ഞങ്ങളുടെ പാട്ടുകൾ പിന്നെ അണക്കാസ്വർഗത്തിൻ്റെ പാട്ടും എല്ലാം അപ്പിച്ചി ഇരുന്ന് ഞങ്ങളെ കൊണ്ട് ചൊല്ലിപ്പിക്കും. നമ്മ ഒരു കാരണവശാലും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും സമ്മതിക്കൂല. പിന്നെ ഞങ്ങളുടെ ഈ ഓഗസ്റ്റിലെ പെരുന്നാളിൻ്റെ സമയത്തൊക്കെ അപ്പിച്ചി കച്ചവടത്തിന് പോകും. അപ്പം ഞങ്ങൾ അപ്പിച്ചി ഉണ്ടാകാതെ ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയിലുണ്ട. ഞാൻ അമ്മിച്ചിനോട് പറയും, വല്ല സ്വന്തക്കാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അമ്മിച്ചി ഇന്നൊരു ദിവസം പ്രാർത്ഥനയിലുണ്ട. മോനെ പറ്റൂല, അപ്പിച്ചി വന്നാൽ സമ്മതിക്കൂല. ആദ്യം അപ്പിച്ചി കയറിനേക്കാളും മുമ്പ് തന്നെ അപ്പിച്ചി ചോദിക്കും പ്രാർത്ഥനയോ ഇല്ലയെന്ന് ചോദിക്കുള്ളൂ. കാര്യത്തിൽ അപ്പിച്ചിക്ക് ഒരു വിട്ടുവീഴ്ചയില്ല. അപ്പിച്ചി പള്ളിപ്പോക്ക് കുറവാണെങ്കിലും കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഇല്ലാതെ അപ്പിച്ചി ഞങ്ങളെ കിടത്തി ഉറക്കൂല. അതോടൊപ്പം തന്നെ അമ്മ എനിക്ക് തോന്നുന്നു മരണവുമായി ബന്ധപ്പെട്ട് അല്ലേ ഡെയിലി പള്ളിയിൽ പോകുമായിരുന്നു. അതിനെക്കുറിച്ച് അമ്മേനെക്കുറിച്ച് അമ്മ പള്ളിയിൽ അങ്ങനെ ഒരു പറയും. എല്ലാ ദിവസവും 6 മണിക്ക് കുർബാനക്ക് പോകുമായിരുന്നു. അങ്ങനെ പോയി ഇതുപോലെ അന്നൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. അപ്പച്ചന് രാവിലെ തന്നെ ഒരു ചെറിയ ഒരു ഷുഗറുള്ള കാരണം പുള്ളിക്ക് രാവിലെ ഭക്ഷണമൊക്കെ കഴിക്കും. രാവിലെ തന്നെ ഒരു ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് പുള്ളിക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടാണ് അമ്മ പള്ളിയിൽ പോയത്. അമ്മ പള്ളിയിൽ പോയി കുർബാന സ്വീകരണം കഴിഞ്ഞ് പെട്ടെന്ന് അടുത്തെന്ന് വെച്ചാൽ പെങ്കൊച്ചിനോട് പറഞ്ഞു, നമ്മളെ എനിക്കൊന്ന് പരവശം കൊടുക്കണം, എനിക്ക് ഇച്ചിരി വെള്ളം വേണം പറഞ്ഞിട്ട് ആ ചേച്ചി പോയി പള്ളിയിൽ പോയി സംഗീത റൂമിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് കുടിച്ചിട്ട് ഞാൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിരുന്ന് അതങ്ങനെ ഞങ്ങൾ അന്ന് കുഴഞ്ഞു വീണ് മരിക്കണമെന്ന് എന്തൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നാണ് ഇപ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് വരണം. അങ്ങനെ ആ ചേച്ചി ഓടി ഇവിടെ പള്ളിയിൽ വെച്ച് തന്നെയായിരുന്നു. ആ ചേച്ചി ഓടി ഇവിടെ വന്ന് ചുമ്മാ ചോപ്പ അമ്മച്ചിക്ക് അപ്പം ഞാൻ പണിക്ക് പോകാനായിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. അമ്മച്ചിക്ക് സുഖമില്ലാണ്ട് അവിടെ പള്ളിയിൽ കിടക്കണ്ടിട്ടാന്ന് പറഞ്ഞു. ഇനി ഞാനും എൻ്റെ മൂത്ത മോൻ അവനന്ന് ഓട്ടോറിക്ഷ ഓടിക്കുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി പോയി പിടിച്ച് പൊക്കിയിട്ട് പോകണ്ടണില്ല. അങ്ങനെ തന്നെ
വേറെ 2 പെണ്ണുങ്ങളും കൂടി ഇവൻ്റെ ഓട്ടോറിക്ഷ കയറ്റി അന്ന് മഹേഷ് ജനതയിലാണ് ഒരു ഡോക്ടർ ഇരിക്കണം മഹേശൻ. അയാൾക്കിടെ പോയി കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് വിളിച്ച് ചോദിച്ച് മരിച്ചിട്ട് 3 മിനിറ്റ് കഴിഞ്ഞിട്ടാണെന്ന് പറയും. പിന്നെ അപ്പോൾ അവൻ സമ്മതിക്കില്ല, എൻ്റെ മോൻ സമ്മതിക്കില്ല, എൻ്റെ മാമ മരിച്ചിട്ടുള്ള മുസ്ലിം. അങ്ങനെ ഞങ്ങൾ അവിടെ അപ്പോൾ പുള്ളി എന്നോട് വിളിച്ച് ചോദിച്ച് ആരാണെന്ന് ഞാൻ പറയാതെ എൻ്റെ മോന് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാതെ എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് പോയിക്കോ, അതല്ലായെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെ ആ ഡോക്ടറിൻ്റെ ഉപദേശം സ്വീകരിച്ച് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് അവൻ തന്നെ പോയി അപ്പാപ്പനെ ആരും അറിയാതെ സാധനമൊക്കെ പറഞ്ഞ് വേഗം വീട്ടിലോട്ട് വന്നു അവൻ തന്നെ കൊണ്ടുവന്നു. മറ്റൊരു കാര്യം, പിതാവാകും എത്രാനാകുമെന്ന് പ്രവചനത്തെക്കുറിച്ച് ഇങ്ങനെ കേട്ടായിരുന്നു. ആരോ ഈ വൈദിക പഠനം നടക്കുമ്പോൾ തന്നെ ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ അംബ്രോസ് അച്ഛൻ മെത്രാനായി മാറുമെന്ന് പറഞ്ഞത്, അതിനെക്കുറിച്ച് ഒന്ന് പറയാം. ഞങ്ങൾ വെക്കേഷന് അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാനും അമ്മച്ചിയും കുഞ്ചേട്ടയും കൂടി അങ്ങാട് അമ്മച്ചിയുടെ വീട്ടിൽ ഇടവനക്കാട് പോയപ്പോൾ ഞങ്ങൾ അന്നേരം ഈ ഓട്ടോറിക്ഷയൊന്നുമില്ല, നമ്മൾ നടന്നു തന്നെ പോകണം. അണിയിലാണ് അമ്മച്ചിയുടെ വീട്. അവിടെ നിന്ന് നടന്ന് പോണ സമയത്താണ് അമ്മച്ചിയുടെ റിലേഷനിൽപ്പെട്ട ഞങ്ങൾ ജോസച്ചൻ എന്നാണ് വിളിക്കണം പുള്ളിനെ. ഈ ജോസച്ചനെ കണ്ടപ്പോൾ ജോസച്ചൻ എപ്പോഴും സംസാരിച്ചിട്ടൊക്കെ പോകുള്ളൂ. അപ്പോൾ അമ്മച്ചിയുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പുള്ളിയുടെ വീടും. അപ്പോഴാണ് പറഞ്ഞത് നിൻ്റെ ഈ മോൻ മെത്രാനാവും എന്നപ്പോൾ അമ്മച്ചി പറഞ്ഞു അങ്ങനെ പറയല്ലേ, കൊച്ചാങ്ങളെ എന്നാണ് വിളിക്കണം. കൊച്ചാങ്ങളെ എൻ്റെ മോനൊരു അച്ഛനാവട്ടെ ആദ്യം. പറഞ്ഞില്ലടി അച്ഛനാവും മെത്രാനും ആവും. ഈ വാക്ക് ആ സമയത്ത് സംഭവിക്കുമ്പോൾ ചിലപ്പോൾ ഞാനുണ്ടാവില്ല, നീയും ഉണ്ടാവില്ല, പക്ഷെ നീ ഉണ്ടാവും കേട്ടാ. ചിലപ്പോൾ നീ ഇത് ഓർക്കണം. ചേച്ചിയോടാണ് അത് പറഞ്ഞത്. അന്ന് നീ ഇത് ഓർക്കണം, നീ ഉണ്ടാവും, ഞങ്ങൾ മരിച്ചു പോകും. മെത്രാനായി തിരഞ്ഞെടുത്തപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ കാര്യമാണ് ഓർത്ത. ജോസച്ചൻ അന്ന് പറഞ്ഞ വാക്ക് സത്യമായി. വേറെ ആൾക്കാരൊക്കെയും പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോക്ടറേറ്റ് കിട്ടിയ ആൾക്കാരാണല്ല. ആണ്, പക്ഷെ ഇത് പഠന സമയത്താണ് പറഞ്ഞത്. ഇത് പഠിക്കുന്ന സമയത്ത് വെക്കേഷൻ സമയത്താണ് അങ്ങനെ ഇത് പറയുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് വന്ന സമയത്താണ്. ഉടുപ്പ് മാറ്റം പോലും ആയിട്ടില്ല, ആ ടൈമിലാണ് പറഞ്ഞേക്കണം. അങ്ങനെ പിതാവായിട്ട് പ്രഖ്യാപനം വന്നതിന് ശേഷം ഇവിടേക്ക് വന്നായിരുന്നു അംബ്രോസ് പിതാവ് വന്നായിരുന്നു ഇവിടേക്ക്? വന്നായിരുന്നു. അന്ന് എന്തായിരുന്നു ഷെയർ ചെയ്തത് നിങ്ങളുടെ? കാര്യമായിട്ട് ഷെയർ ചെയ്യാനൊന്നും ഉണ്ടായില്ല. പിന്നെ അത് കഴിഞ്ഞ് 20-ാം തീയതി ആയിരുന്നില്ല പ്രഖ്യാപനം. പിന്നെ പുള്ളി പിറ്റേ ദിവസം മാതാവിനോട് നന്ദി പറയാൻ വേണ്ടി ഇവിടെ പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു, പള്ളിയിലുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചേട്ടായി എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ, അപ്പോൾ ഞാൻ കയറണില്ല കേട്ടാന്ന് പറഞ്ഞു. ഞാൻ കൈ കൊണ്ട് കാണിച്ചു. അപ്പോൾ എല്ലാവരോടും റിനുവിനോടും മൂന്നിനോടും അങ്ങനെ എല്ലാവരോടും കൈ കൊണ്ട് കാണിച്ചും പറഞ്ഞ് പോകേണ്ടാന്ന് പറഞ്ഞു. ജോയ് പിതാവായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജോയ് പിതാവിൻ്റെ പോയി. പിന്നെ വന്നത് ഇവിടെ ഒരു KLCയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അലക്സ് പിതാവ് ഏറ്റ പരിപാടിയാണ്. അപ്പോൾ അലക്സ് പിതാവ് പോകുന്നപ്പോൾ അലക്സ് പിതാവും കൂടി വിളിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ നമ്മുടെ പിതാവിന് കയറാൻ താല്പര്യമില്ലാഞ്ഞിട്ടും അലക്സ് പിതാവ് പറഞ്ഞ് നമ്മുടെ പിതാവിൻ്റെ വീടിൻ്റെ ഉടമ്പരം വന്നതല്ലേ കയറണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വീട്ടിലാരും ഉണ്ടായില്ല. ഇവരെല്ലാവരും പിതാവിനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പള്ളി ഹാളിലേക്ക് പോയി. പിതാവ് ഇപ്പോഴേക്കും ഇങ്ങോട്ട് പോകുന്നു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കേട്ടപ്പോൾ തന്നെ ഇറങ്ങിപ്പോയി. പിന്നെ വന്നത് ക്രിസ്മസിന് വന്ന്. അതായത് ഇവിടെ ചേച്ചിക്ക് അറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇച്ചിരി. പിന്നെ ചെട്ടിക്കാടൊക്കെ ഇരുന്ന് വെച്ച സമയത്ത് ഇവിടെ നിന്ന് കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് റിനു കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു അങ്ങോട്ട്. അതൊക്കെ ഈ പ്രഖ്യാപനത്തിന് മുമ്പായിട്ടോ അങ്ങനെ എന്തൊന്നും പറയൊന്നും ചെയ്തിരുന്നില്ല അല്ലേ? സംഭവം പറഞ്ഞില്ല. അതായത് ഇങ്ങനെ ആവാൻ സാധ്യത ഉണ്ടോന്ന് അങ്ങനെ ഒന്നും 16-ാം തീയതി പുള്ളി അറിഞ്ഞു തോന്നണം. അപ്പോൾ കൊച്ചി റിനുവിൻ്റെ മകളെ പുള്ളി അച്ചായി ഇവിടെ കിടക്കണോട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞാൻ വരാട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 19-ാം തീയതി വന്ന് 19-ാം തീയതി വന്നിട്ട് പിറ്റേ ദിവസം പോണ സമയത്ത് കൊച്ചി പിന്നെയും ചോദിക്കുന്നത് അച്ചായി ഇനി എന്നാണ് കിടക്കാൻ വന്നത്. അപ്പം മോനെ ഇനി അച്ചായുടെ കിടപ്പൊന്നും പറയാൻ പറ്റൂല കേട്ടാന്ന് പറയുന്നത്. അവൾക്ക് ജീവനാണ്. വന്നു കഴിഞ്ഞാൽ ഉടുപ്പ് പിടിച്ചിട്ട് നടക്കുള്ളൂ. അപ്പോൾ ഒരു സംശയം തോന്നിയായിരുന്നോ? ഇല്ല, നമുക്ക് സംശയം തോന്നായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അലക്സ് വടക്കുണ്ടാൽ പിതാവ് ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ആള് പറഞ്ഞു കൊടുക്കുക അച്ഛൻ്റെ പേരുണ്ട് കേട്ടോ, അച്ഛൻ്റെ പേരുണ്ട് കേട്ടോ, അച്ഛൻ്റെ പേരുണ്ട് കേട്ടോ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നെ അലക്സ് വരുന്നത്. ഞാൻ പറയാം അങ്ങനെ തമ്പുരാൻ്റെ തീരുമാനം ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ നടക്കട്ടെ. നമുക്കൊന്നും തമ്പുരാൻ്റെ തീരുമാനത്തിൽ നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ അവസാനമായിട്ട് നിങ്ങളുടെയൊക്കെ ചേട്ടനും അനിയനും ഒക്കെ അയാൾ പിതാവാകുമ്പോൾ ചേട്ടനെന്ന നിലയ്ക്ക് ദൗത്യം എങ്ങനെയായിരിക്കണം അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, അത് പിതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക്
പുള്ളി ഇറങ്ങുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് മറ്റേ കോട്ടപ്പുറത്തെ ഔസപിതാവിൻ്റെ കട നടത്തിയത്. ആദ്യം ചെറിയ തോതിൽ തുടങ്ങിയതാണെങ്കിലും പിന്നെ അവിടുത്തെ കടക്കാരെല്ലാം കണ്ടിട്ട് അത് ഇതിനകത്ത് ജാതി നോക്കില്ല എന്നുള്ളതാണ്. ആര് വിശക്കുന്നവൻ അവിടെ ചെന്നോട്ടെ, അവർക്ക് ഒരു നേരത്തേക്കുള്ള ഭക്ഷണത്തിനുള്ള പച്ചക്കറികൾ എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ അതുകൊണ്ട് ആ കോട്ടപ്പുറം മാർക്കറ്റിലുള്ള ആൾ തന്നെ പച്ചക്കറികൾ കൊടുക്കുകയായിരുന്നു. അത് ആദ്യം ചെറിയ തോതിൽ തുടങ്ങിയിട്ടാണെങ്കിൽ പിന്നെ ആ പേശാലും നിറച്ച് പച്ചക്കറികളായിരുന്നു. അപ്പോൾ പാവങ്ങളോട് ചേർന്ന് അല്ലെങ്കിൽ പാവങ്ങൾക്ക് വേണ്ടിയുള്ളൊരു പ്രവർത്തനമായിരിക്കും അന്ന് മുതൽ. അങ്ങനെ ആകണമെന്നാണ് ചേട്ടൻ്റെ അല്ല, പിന്നെ വിദ്യാഭ്യാസ കാര്യത്തിലും പറഞ്ഞിട്ടുണ്ട്. പാവങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസ കാര്യങ്ങളിലേക്ക് പിതാവ് ഇറങ്ങിച്ചെല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാലിക്കശ്ശേരി പിതാവിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി മാതിരി തന്നെ നടത്തണമെന്നൊക്കെ ഒരു ഇതൊക്കെയാണ്. പിന്നെയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. അനീതി എന്ന നിലയ്ക്ക് എന്താണ് പറയാനുള്ളത്? അനീതി എന്ന നിലക്ക് എന്തായാലും പിതാവ് നല്ലപോലെ എല്ലാം കൈകാര്യം ചെയ്യും എന്നാണ് വിശ്വാസം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനായിരുന്ന സമയത്താണെങ്കിലും ഇതുവരെ അച്ഛൻ നല്ലൊരു വാക്ക് തന്നെ എല്ലാവരിൽ നിന്ന് കേട്ടേക്കണത്. കാർമൽഗിരിയിൽ പിള്ളേരെ പഠിപ്പിച്ചപ്പോഴാണെങ്കിലും ഓരോ സ്ഥലത്ത് മാറിയിരുന്നപ്പോഴും പിടവകളിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. അത്രയും നാളും വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കലായിരുന്നല്ലോ. പിന്നെ പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് അച്ഛൻ ഇപ്പോൾ ജർമ്മനി പോകാനുള്ള പിള്ളേരുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാൻ അച്ഛൻ സമയം കണ്ടെത്തി അവർക്ക് വൈദികനായിരുന്നു. ഇപ്പോൾ ചെട്ടിക്കാടാണെങ്കിലും പിന്നെ കത്തീഡ്രൽ പള്ളിയിൽ ഇരിക്കുന്ന സമയത്തും ഒക്കെ അങ്ങനെ പിള്ളേർക്ക് സമയം കണ്ടെത്തി അവരെ പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ നേഴ്സിംഗ് സ്റ്റുഡൻസിന് സൈക്കോളജി ക്ലാസ് എടുക്കുമായിരുന്നു ഡോൺ ബോസ്കോയിൽ. പഠിക്കാനായിട്ടുള്ള കാര്യത്തിന് അച്ഛൻ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും അച്ഛൻ സമയം കണ്ടെത്തി അത് ചെയ്തു കൊടുക്കും. ഞങ്ങളുടെ മക്കൾക്കൊക്കെ ആണെങ്കിലും അച്ഛൻ കാർമൽഗിരിയിൽ ഇരിക്കുന്ന സമയത്ത് വെക്കേഷന് വരുമ്പോൾ അച്ഛൻ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഉള്ള പിള്ളേർക്ക് എന്ത് കാര്യം വേണമെങ്കിലും പഠിക്കാനായിട്ട് അച്ഛൻ എല്ലാം പറഞ്ഞു. പാവങ്ങളോടുള്ള കരുണയും അതുപോലെ പാവപ്പെട്ട കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം ഇത് രണ്ടും ഇനിയും ഉണ്ടാവും, തുടർന്നും ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ പ്രാർത്ഥന. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 വർഷത്തോളം ഇനിയും പിതാവായിരിക്കും എന്നാണ് പറയണത്. അപ്പം അത്രയും നാളും മാതാവിൻ്റെ കാര്യത്തിലോടുകൂടി നല്ലൊരു പിതാവായിട്ട് ഇരിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. തീർച്ചയായിട്ടും കോട്ടപ്പുറം രൂപതയിൽ നിന്ന് തന്നെ ഒരു മകനെ മേത്രാനായിട്ട് കിട്ടിയിരിക്കുന്നതാണ്. അപ്പം അത് ഏറ്റവും നല്ല ഒരു പിതാവായിട്ട് ഇരിക്കണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം. മാതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കണതും അതാണ്. മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥന നടത്തി തരും. അംബ്രോസ് പിതാവിൻ്റെ ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങളെല്ലാവരും ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇവരെല്ലാവരും, ഈ കുടുംബം മുഴുവൻ വളരെയധികം സന്തോഷത്തിലും ആഹ്ലാദ നിമിഷത്തിലൂടെ എല്ലാം കടന്നു പോവുകയാണ്. നമുക്ക് കൂടുതൽ പിതാവിനെക്കുറിച്ചുള്ള കൂടുതൽ അനുഭവങ്ങളെല്ലാം ഇവരോട് നമുക്ക് ചോദിച്ചറിയാം. എൻ്റെ പേര് റിനു. ഞാൻ അംബ്രോസ് പിതാവിൻ്റെ മൂത്ത ചേട്ടൻ്റെ ഇളയ മകനാണ്. ഞാനാണിപ്പോൾ തറവാട്ടിൽ താമസിക്കുന്നത്. ഞാനും അമ്മയും അപ്പച്ചനും എൻ്റെ വൈഫ്, മൂത്ത കുട്ടി, ഇളയ കുട്ടി. എന്താണ് പിതാവിന് ഏറ്റവും ഇവിടെ തറവാട്ടിൽ താമസിക്കുന്ന പറയുമ്പോൾ പിതാവ് എപ്പോഴും വരുന്നതും ഒക്കെ ഇവിടെ തന്നെയാണല്ലോ. വളരെ നല്ലൊരു അടുത്ത അനുഭവമുണ്ട് അച്ഛനായിരിക്കുന്ന സമയം വരെ. എങ്ങനെയാണെന്ന് പറയാം? ചെട്ടിക്കാട് വന്നേ പിന്നെ അച്ഛൻ കൂടുതലായിട്ടും എപ്പോഴും വരാനുള്ളൊരു ഇത് കിട്ടാനുണ്ട്. മുറ്റത് അധികം വരൂലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്, എപ്പോഴും കാണാൻ പറ്റും അച്ഛനെ. അതെ. പിന്നെ എങ്ങനെയാണ് ബന്ധം പിതാവായിട്ടുള്ളൊരു? പിതാവിനെ കുറിച്ച് എന്താ പറയുക? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും. എന്നെ വിളിച്ചിട്ട് മോനെ എന്നെ പോലെ ഫ്രീ ആണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന പരമാവധിയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാൻ. ഈ ചെട്ടിക്കാടായിരുന്നപ്പോഴേ അങ്ങനെ കൂടുതൽ ഞങ്ങൾ റിലേഷൻസ് കുറേ കീപ്പ് ചെയ്യാൻ പറ്റും. ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ഞാനിവിടെ വന്നപ്പോൾ കേട്ടു പിതാവിന് എപ്പോഴും ഭക്ഷണവും ഇതൊക്കെ വെച്ച് കൊടുക്കുന്നത് ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവം വന്നേക്കണത്. പരിശുദ്ധ കന്യാമറിയത്തിന് പരിശുദ്ധാത്മാവ് യേശുവിന് ജന്മം നൽകാൻ വേണ്ടി തിരഞ്ഞെടുത്തതുപോലെ മറിയം എന്ന മറിയലിയമ്മയുടെ ഉദരത്തിൽ ഉത്ഭവിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് അച്ഛനെ ഒരു പിതാവായി ഈ സഭയിലോട്ട് തിരഞ്ഞെടുക്കാൻ തന്നെ ഒരു അവസരം ദൈവം കൊടുത്തതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ അനുഗ്രഹവും ഉള്ളത് കൊണ്ടായിരിക്കാം
5 മക്കളിൽ നിന്ന് 4ാമത്തെ മോനായ വ്യത്യസ്തമായ രൂപകൽപ്പന പോലും അച്ഛന് കിട്ടിയേക്കണത്. 5 മക്കളിൽ നിന്ന് ഒരാൾ ബാംഗ്ലൂരാണ്, ബാക്കി 3 പേര് ഇവിടെ ഉണ്ട്. 4ാമത്തെയാണ് അച്ഛൻ. അപ്പോൾ വളരെയേറെ സന്തോഷമുണ്ട് പിതാവായ അനിയൻ വന്നതുകൊണ്ട്. ഒരു അച്ഛനെ സംബന്ധിച്ച് എന്നെ പുള്ളി 1983 വിവാഹം കഴിച്ച് വരുമ്പോൾ വൈദിക വിദ്യാർത്ഥിയായിരുന്നു. അന്ന് മുതലേ ഒരു ഭക്ഷണത്തിനോട് അങ്ങനെയുള്ള നിർബന്ധങ്ങളൊന്നുമില്ല. എല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി കഴിക്കുക, അതാണ് ഇവിടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഓഗസ്റ്റ് 20-ാം തീയതി എൻ്റെ ബർത്ത്ഡേ, ആഗസ്റ്റ് 21-ാം തീയതി അച്ഛൻ്റെ ബർത്ത്ഡേ. ഇവിടെ വെക്കേഷൻ സമയത്തിനൊക്കെ അച്ഛൻ വന്നാൽ തന്നെ ഞങ്ങളെ ചേട്ടൻ പായസം ഉണ്ടാക്കാൻ വേണ്ടി സേമിയ മേടിച്ചുകൊണ്ട് വന്നാൽ തന്നെ അച്ഛൻ പറയും, ചേച്ചിയുടെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ട് നാളത്തൊക്കെ എനിക്ക് കുറച്ച് പായസം എടുത്ത് വെച്ചാൽ മതി. അങ്ങനെയുള്ളൊരു സന്തോഷമാണ് അച്ഛന്. അങ്ങനെ ഒരു കൂട്ടായ്മയാണ് അച്ഛന്. ഭയങ്കര അന്നത് വേണമെന്നുള്ളൊരു നിർബന്ധമൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ജീവിച്ച് പോകുന്നത്. ചെട്ടിക്കാട് വന്നതിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടായിരിക്കും. ചെട്ടിക്കാട് അന്തോണിസ് ഉണ്ണിയാളിൻ്റെ പള്ളിയിൽ വരെയും ഞങ്ങളോടൊപ്പം എന്തൊരാവശ്യം ഉണ്ടെങ്കിൽ പിള്ളേരുടെ ആവശ്യത്തിനൊക്കെ വരാനും സന്തോഷിക്കാനും അവസരം കൊടുക്കുന്ന കാര്യം ഫുഡ് അച്ഛന് ഞങ്ങൾ ഉണ്ടാക്കണ ഭക്ഷണം എന്തായാലും സന്തോഷമാണ്. പക്ഷേ അച്ഛൻ മന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വണ്ടി എടുത്തോണ്ട് പോയി എവിടെ പോയാലും മുട്ടക്കണമ്പ് അച്ഛന് കണമ്പ് കറി ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചാൽ എൻ്റെ ഒരു സന്തോഷമാണ്. അപ്പം അതുപോലെ അച്ഛൻ്റെ സന്തോഷത്തിന് പങ്കുചേരാൻ അച്ഛൻ്റെ കൂടെയുള്ള വൈദികരെയും ഇവിടെ ഞങ്ങൾ ക്ഷണിക്കും. അങ്ങനെ അതുപോലെ നല്ലൊരു ഇതായിരുന്നു അച്ഛനോട് ഒരു. ഇവിടെ ഒരു കുഞ്ഞു ഭാവിയുണ്ട്, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അച്ഛനെ പിതാവിനെ വലിയ കാര്യമുള്ള മോളാന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കുമായിരുന്നോ പിതാവാവണേന്റെ? അതെ, കാണാൻ പാടാം. ഒന്ന് പ്രാർത്ഥന ചൊല്ലോ. കാരുണ്യവാനായ അങ്ങേ അജപാലനം നിർവഹിക്കുന്നതിനു വേണ്ടി അങ്ങ് സവിശേഷമായി തിരഞ്ഞെടുത്തിരിക്കുന്ന അങ്ങേ ദാസനും ഞങ്ങളുടെ പിതാവുമായ അംബ്രോസ് പുത്തവെട്ടലിനെ അങ്ങേ കാന്തങ്ങളിൽ സമർപ്പിക്കുന്നു. അദ്ദേഹത്തെ പ്രതി അങ്ങേ സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. അദ്ദേഹത്തെ അങ്ങ് ധാരാളമായി അനുഗ്രഹിക്കുകയും വിശിഷ്ട ദാനങ്ങൾ നൽകി സമ്പന്നമാക്കുകയും സകല ആപത്തുകളിൽ നിന്ന് കാത്തുപാലിക്കുകയും ചെയ്യണമേ. ശാരീരികാരോഗ്യവും മാനസിക കഴിവുകളും പുണ്യവാർത്തനെയും ദീർഘായുസ്സും അദ്ദേഹത്തിന് നൽകണമേ. അങ്ങേ അരൂപിയുടെ പ്രചോദനങ്ങൾ ശീലിച്ച് അങ്ങയുടെ തിരുമനസ്സിനൊത്തവിധം ജീവിച്ചിരിക്കുന്ന അങ്ങേ മക്കളെ സ്നേഹത്തോടെ സേവിച്ച് അവരെല്ലാവരോടും കൂടെ സ്വർഗത്തിൽ നിത്യം പാഠിക്കുന്നതിന് അദ്ദേഹത്തിന് ഇടവരുത്തുകയും ചെയ്യണമേ. ആമേൻ. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 1 ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളാണ്. അംബ്രോസ് പിതാവിൻ്റെ പ്രാർത്ഥന അല്ലേ, നോട്ടീസ് അടിക്കുന്നതിന് മുമ്പ് കാണാപ്പാടം പഠിച്ച് ഇവിടെ ചെല്ലുന്നത് അല്ലേ. പിതാവിനുള്ള ആ ഒരു സ്നേഹം, ആ അടുപ്പാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് ചണ്ട പേര്. എൻ്റെ പേര് ലാലു. അച്ഛൻ്റെ ഇളയ പെങ്ങളുടെ ഭർത്താവാണ്. പിന്നെ അച്ഛനെ കുറ്റി പറയുകയാണെങ്കിൽ വീട്ടിലെന്ത് പരിപാടി ഉണ്ടെങ്കിലും എൻ്റെ ബർത്ത്ഡേക്കായാലും പിള്ളേരുടെ ബർത്ത്ഡേക്കായാലും എല്ലാത്തിനും അച്ഛൻ വന്നിരിക്കും അവിടെ. പിന്നെ എനിക്ക് 3 മക്കളാണ്. 3 പെൺമക്കളാണ്. ഒരാൾ സിസ്റ്റർ ഇപ്പോൾ ജർമ്മനിലാണ്. ഒരാളെ കല്യാണം കഴിച്ച് ഒരു കൊച്ചുണ്ട്. ഇളയത് നഴ്സിങ്ങിന് പഠിക്കണം. നിങ്ങളുടെ മോളാണ് ഒരാൾ സിസ്റ്റർ അയക്കണം അല്ലേ? എൻ്റെ പേര് റോണി. ഞാൻ പിതാവിൻ്റെ മൂത്ത ചേട്ടൻ്റെ മോനാണ്. ഓട്ടോറിക്ഷ ഓടിക്കുകയാണ്. പിന്നെ സ്റ്റേജ് ഡെക്കറേഷൻ്റെ വർക്ക്. പിന്നെ അച്ഛൻ ചെറുപ്പം പോലെ ഞങ്ങൾ എടുത്തു വളർത്തിയെന്ന് വെച്ചാൽ എടുത്തുകൊണ്ട് നടക്കലും പിന്നെ അങ്ങനെയൊക്കെ. പിന്നെ മെത്രാനായിൽ വളരെ സന്തോഷം. എൻ്റെ പേര് സൗമ്യ റോണി. പിതാവിൻ്റെ ചേട്ടൻ്റെ മൂത്ത മോൻ്റെ ഭാര്യയാണ്. എനിക്ക് 2 പിള്ളേരാണ്. മോളിയമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, റോണിനെ ഒരുപാട് എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട്. കാരണം ഇയാൾക്ക് ചെറുപ്പത്തിൽ വെയിറ്റ് കൂടുതലാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം അച്ഛനാണ് എവിടെ പോകുമ്പോഴും എടുത്ത് നടന്നു വെച്ചെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെ പിതാവ് അതിൽ വളരെ സന്തോഷമുണ്ട്. കോട്ടപ്പുറം രൂപതയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക പ്രത്യക്ഷീകരണത്തിന് സാക്ഷ്യം വഹിച്ച ഒരു ദേവാലയമാണ് പള്ളിപ്പുറം മഞ്ഞുമാത ബസിലിക്ക ദേവാലയം. ആ ദേവാലയത്തിന് തൊട്ടടുത്ത് പുത്തൻ വീട്ടിൽ കുടുംബത്തിൽ നിന്നാണ് ഇന്ന് മെത്രാനായി അംബ്രോസ് പിതാവ് അഭിഷിക്തനാവുന്നത്. തീർച്ചയായിട്ടും ഈ കുടുംബാംഗങ്ങളെല്ലാം വളരെ സന്തോഷത്തിലാണ്. അതിലേറെ ഇവരെല്ലാവരും പ്രാർത്ഥനയിലാണ്. പിതാവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യം ദൈവിഷ്ടപ്രകാരം നിർവഹിക്കുവാൻ പിതാവിന് ശക്തി നൽകാൻ ഈ കുടുംബം പ്രാർത്ഥനയിൽ എന്നും പിതാവിൻ്റെ കൂടെ ആയിരിക്കുകയാണ്.
നന്ദി.